Hello friends. Third standard maths online class worksheet. Mary's UP School. ഇന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഉള്ളത്. ഇതിൽ വലിയൊരു കണക്കാണ്. ഇപ്പം നമുക്ക് ഈ കണക്ക് ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. മേരീസ് UP സ്കൂൾ. ഇൻ ദ സ്കൂൾ 201 students were studying in first standard. 14 students less than the first standard is in the second standard. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാൾ 14 സ്റ്റുഡൻസ് കുറവാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ്? അപ്പം നമുക്കത് കാണണം. അതവിടെ നിൽക്കട്ടെ. 186 സ്റ്റുഡൻസ് ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻ ദ ഫോർത്ത് സ്റ്റാൻഡേർഡ് 18 സ്റ്റുഡൻസ് മോർ ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ്. തേർഡ് സ്റ്റാൻഡേർഡിനേക്കാൾ 18 സ്റ്റുഡൻസ് കൂടുതലാണ് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ. തേർഡിൽ 186 സ്റ്റുഡൻസ് ആണ്, അതിനേക്കാൾ 18 സ്റ്റുഡൻസ് കൂടുതലാണ് ഫോർത്തിൽ. അപ്പോൾ അതും നമുക്ക് കണ്ടുപിടിക്കണം. 195 സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ ദ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ്. ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ 195 സ്റ്റുഡൻസ് ആണ്. വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് സ്റ്റുഡൻസ്? ഏത് ക്ലാസ്സിലാണ് കൂടുതൽ സ്റ്റുഡൻസ്? അത് കാണണമെങ്കിൽ നമുക്ക് ആദ്യം സെക്കൻഡ് സ്റ്റാൻഡേർഡിലെയും ഫോർത്ത് സ്റ്റാൻഡേർഡിലെയും സ്റ്റുഡൻസിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം, അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 201. 14 സ്റ്റുഡൻസ് ലെസ് ദാൻ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ് 201 മൈനസ് 14 ഈസ് ഈക്വൽ ടു 187. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 187 സ്റ്റുഡൻസ്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഫോർത്ത് സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനു വേണ്ടി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ് 186. 18 സ്റ്റുഡൻസ് മോർ ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ്. 18 സ്റ്റുഡൻസ് അധികമാണ് 3നേക്കാൾ 4. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഫോർത്ത് സ്റ്റാൻഡേർഡ് 18 മോർ ദാൻ 186. 186 പ്ലസ് 18 204. ഇനി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ 195 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികൾ? വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് സ്റ്റുഡൻസ്? ഇൻ ദ ഫോർത്ത് സ്റ്റാൻഡേർഡ് 204 സ്റ്റുഡൻസ്. ഇനി ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ LP സെക്ഷൻ. ഇനി നമ്മൾ LP സെക്ഷനിൽ എത്ര കുട്ടികളുണ്ട് ടോട്ടൽ നമ്പർ കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നും എഴുതി നോക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 201. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് 187. Number of students in third standard 186. Number of students in the fourth standard 204. Number of students in fifth standard 195. Total number of students in the LP section ഇതെല്ലാം ആഡ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുത്ത് ആഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അതായത് ഇത് 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെയും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ രണ്ടെണ്ണമായിട്ട് ആഡ് ചെയ്യാം. നിങ്ങളിവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ LP സെക്ഷൻ 973. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പട്ടികപ്പെടുത്താം. ലെറ്റ്സ് ടാബുലേറ്റ് ഇറ്റ്. നോക്കൂ എങ്ങനെയാണ് ടാബുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. ക്ലാസ് 1 2 3 4 5 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടാബുലേറ്റ് ചെയ്തേ കണ്ടില്ലേ? ഇതേപോലെ പട്ടികപ്പെടുത്താം. Among the
213 സ്റ്റുഡൻസ് ഇൻ ദ 6th സ്റ്റാൻഡേർഡ്. ഇനി അടുത്ത ഇതിനുമായി ബന്ധപ്പെട്ട UP സെക്ഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണ്. എമംഗ് 213 സ്റ്റുഡൻസ് ഇൻ ദ 6th സ്റ്റാൻഡേർഡ്. ഇത് വേറെ ആണ് കേട്ടോ. അപ്പോൾ 6ാം ക്ലാസ്സിൽ 213 കുട്ടികളുള്ളതിൽ 114 വേർ ഗേൾസ്. 114 ഗേൾസ് ആണ്. അപ്പോൾ എത്ര ബോയ്സ് ഉണ്ടാകും? എങ്ങനെയാണ് അത് കണ്ടെത്തുക? ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ്. 213 മൈനസ് 114. ഇതേപോലെ നമ്മളിതിനെ സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 99. നമ്പർ ഓഫ് ബോയ്സ് 99. 7th സ്റ്റാൻഡേർഡ് ഹാസ് 19 സ്റ്റുഡൻസ് മോർ ദാൻ ദ 6th സ്റ്റാൻഡേർഡ്. 6th സ്റ്റാൻഡേർഡിനേക്കാൾ 19 സ്റ്റുഡൻസ് കൂടുതലാണ് 7th. അപ്പോൾ 6th എത്രയാണ്? 213. അതിനേക്കാൾ 19 സ്റ്റുഡൻസ് ആണ് അധികം. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 7th സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു 213 പ്ലസ് 19, 232. സിൻസ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ, ഇവിടെ ബോയ്സും ഗേൾസും ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് നമ്മൾ ഈക്വൽ ആയിട്ട് എങ്ങനെ കാണുക? 232 232നെ നമ്മൾ ഹൺഡ്രഡ്സും ടെൻസും വൺസുമായിട്ട് മാറ്റി എഴുതിയിരുന്നു. 200 പ്ലസ് 30 പ്ലസ് 2 232. ഇനി ഇതിനെ നമുക്ക് ഹാഫ് ആക്കാം. എങ്ങനെ ഹാഫ് ആക്കുക? 200ന് 2 തുല്യ ഭാഗം ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 100 പ്ലസ് 100 200. 30 is equal to 15 plus 15. 2 is equal to 1 plus 1. അപ്പോൾ ഇതിൻ്റെ ബോയ്സും ഗേൾസും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒരു പാർട്ട് മാത്രം കൂട്ടി നോക്കിയാൽ മതി. 100 പ്ലസ് 15 പ്ലസ് 1 അത് ബോയ്സ് ആണെങ്കിൽ ഈ ഭാഗത്തുള്ള 100 പ്ലസ് 15 പ്ലസ് 1 ഗേൾസ് ആണ്. അതായത് 116 പ്ലസ് 116. നമ്പർ ഓഫ് ബോയ്സ് 116, നമ്പർ ഓഫ് ഗേൾസ് 116. മനസ്സിലായില്ലേ? എങ്ങനെയാണ് ബോയ്സും ഗേൾസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 232നെ ഈക്വൽ പാർട്സ് ആക്കിയത് കണ്ടോ? 116. ഇനി 8th സ്റ്റാൻഡേർഡ് ഹാസ് 37 സ്റ്റുഡൻസ് ലെസ് ദാൻ ദ 7th സ്റ്റാൻഡേർഡ്. 7th സ്റ്റാൻഡേർഡിനേക്കാൾ 37 സ്റ്റുഡൻസ് കുറവാണ് 8th സ്റ്റാൻഡേർഡിൽ. ദർ ആർ 105 ബോയ്സ് ഇൻ ദ 8th സ്റ്റാൻഡേർഡ്. 8th സ്റ്റാൻഡേർഡിൽ എത്ര ബോയ്സ് ആണുള്ളത്? 105. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ്. അപ്പോൾ എത്രയാണ് ഗേൾസ് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് 8th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് എത്രയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ 8th സ്റ്റാൻഡേർഡ്. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 7th സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് കാണണം. 232. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ 8th സ്റ്റാൻഡേർഡ് 232 കുറവല്ലേ? അപ്പോൾ മൈനസ് 37. 232 minus 37 is equal to 195. നമ്പർ ഓഫ് ബോയ്സ് തന്നിട്ടുണ്ട് 105. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 195 മൈനസ് 105. ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക, 90. നമ്പർ ഓഫ് ഗേൾസ് 90. Who are more in UP section, boys or girls? UP സെക്ഷനിലും ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ? ബൈ ഹൗ മച്ച്? എത്ര? കൂടുതലാണെങ്കിൽ എത്ര? നമ്പർ ഓഫ് ബോയ്സ് ഇൻ 6th സ്റ്റാൻഡേർഡ്. ഇനി നമ്മൾ ഓരോന്നും ഇവിടേക്ക് മാറ്റി എടുത്ത് എഴുതണം. 99. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 7th സ്റ്റാൻഡേർഡ്
116. Number of boys in 8th standard 105. Total number of boys in UP section. ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. 99 plus 116 plus 105 is equal to 320. Okay. അടുത്തത് number of girls in 6th standard 114. Number of girls in 7th standard 116. Number of girls in 8th standard 90. Total number of girls in UP section 114 plus 116 plus 90, that is equal to 320. Number of boys and girls are equal in the UP section. UP sectionil girlsum boysum equal aanu. What is the total number of students in the UP section? ഇനി നമുക്ക് ടോട്ടൽ കാണണം. ബോയ്സും 320 ആണ്, ഗേൾസും 320 ആണ്. ടോട്ടൽ 320 പ്ലസ് 320 ദാറ്റ് ഈസ് ഈക്വൽ ടു 640. ഇനി നമുക്കിതിനെ ടേബിളിൽ എഴുതണം. ലെറ്റ് us റൈറ്റ് ദിസ് ഇൻ എ ടേബിൾ. ക്ലാസ് ഫോർമാറ്റ് എങ്ങനെയാണ്? ക്ലാസ്, നമ്പർ ഓഫ് ബോയ്സ്, നമ്പർ ഓഫ് ഗേൾസ്, ടോട്ടൽ. അപ്പോൾ ക്ലാസ് 6, 7, 8, number of boys 99, 116, 105, number of girls 114, 116, 90. Total എത്രയാണ്? Number of students in the 6th standard 213, in the 7th standard 232, in 8th standard 195. ആഡ് ചെയ്ത് നോക്കുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ UP സെക്ഷൻ, അത് ടോട്ടൽ എന്നുള്ള കോളത്തിൽ നമ്മൾ നോക്കൂ. 213 പ്ലസ് 232 പ്ലസ് 195, ദാറ്റ് ഈസ് ഈക്വൽ ടു 640. ബേസ്ഡ് ഓൺ ദ ടേബിൾ പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ വിച്ച് ക്ലാസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഈക്വൽ? റൈറ്റ് ഡൗൺ ദ നമ്പർ. ഏത് ക്ലാസ്സിലാണ് ബോയ്സും ഗേൾസും ഈക്വൽ ആയിട്ടുള്ളത്? 7th സ്റ്റാൻഡേർഡ്. നമ്പർ 116. Question number 2. How many students are more in 7th standard than in 8th standard? 8th സ്റ്റാൻഡേർഡിനേക്കാൾ എത്ര കൂടുതലാണ് 7th സ്റ്റാൻഡേർഡിൽ? 37. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 8th സ്റ്റാൻഡേർഡിൽ അതിനേക്കാൾ 37 കുറവാണ് എന്ന് പറഞ്ഞത് ഇല്ലേ? അപ്പോൾ how many students are more in 7th standard than in 8th standard? 8ാം ക്ലാസ്സിലേക്കാൾ എത്ര കൂടുതലാണ് 7ാം ക്ലാസ്സിൽ? 37 സ്റ്റുഡൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.